പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ഈ പറയുന്ന എല്ലാം സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ മാത്രമാണ് പറയുന്നത്. മരമുറൻ ചാത്തോത്ത് ആ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ ആ കോമരം പറഞ്ഞതും സത്യമാണ്, അതേപോലെ തന്നെ ജ്യോത്സ്യൻ പറഞ്ഞതും സത്യമാണ്. ഞാൻ ഒരു തരി കള്ളം ചേർത്തിട്ടില്ല, തള്ളൽ ചേർത്തിട്ടില്ല. അതുമാതിരി ഇതേപോലെ ഭക്തിയുടെ ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആരും പ്രേരിപ്പിച്ചിട്ടില്ല. എൻ്റെ ഒരു അനുഭവം മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അടുത്തൊരു അനുഭവം കൂടി ഞാൻ പറയാം. ഗൾഫിൽ സൗദിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് റിയാദിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പമ്പിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. ആ അർദ്ധരാത്രി 2 മണിക്കൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ ആ സമയത്ത് ഞാനും ഒരു സന്തോഷം കൊല്ലക്കാരൻ, തിരുവനന്തപുരം ആലപ്പുഴ ആ ഒരു സൈഡിൽ, ഞാൻ സ്ഥലപ്പേര് മറന്നുപോയി, സന്തോഷം ഞാനുമാണ് ആ രാത്രി ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു വണ്ടി വന്ന് പെട്രോൾ അടിച്ചിട്ട് പൈസക്ക് ചോദിച്ചപ്പോൾ അവൻ പൈസ തന്നില്ല. നീഡിൽ പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ അങ്ങോട്ട് വണ്ടി മൂവ് ചെയ്ത് ഞാൻ പോയിട്ട് ഫ്രണ്ടിൽ കയറി നിന്നപ്പോൾ തന്നെ ഇവൻ ചാടി ഇറങ്ങി വന്നത് മിഷൻ ഗണ്ണുമായിട്ട് ഇറങ്ങി വന്ന് ഒരു അരമണിക്കൂറിലധികം അവൻ ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച്. പിന്നെ നമുക്കൊരു രക്ഷയില്ലല്ലോ. ആ മരണമാണോ എന്താണ് ജീവിതമാണോ മുന്നിൽ എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയായിരുന്നു അത് വല്ലാത്തൊരു ഭീകരാവസ്ഥ തന്നെയായിരുന്നു. എന്തോ പിന്നെ ഞങ്ങൾ അനങ്ങാത്തതുകൊണ്ട് അവനങ്ങോട്ട് മാറിപ്പോയി. ഇത് നമ്മൾ പറയുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു, പക്ഷേ ആ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അടുത്തത് നമ്മൾ കടയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ കടേൻ്റെ തൊട്ടപ്പിറകിൽ ഒരു റൂമിൽ ഫ്ലൈവുഡിനെ കൊണ്ട് ഒരു റൂമിൽ നമുക്ക് കിടക്കാൻ മാത്രമായിട്ട് ഒരു റൂം സെറ്റ് ചെയ്തു. ചെറിയൊരു റൂമാണ്, അതിലാണ് ഫ്ലൈവുഡ് കൊണ്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ, 6 ആളുണ്ട്, ചില ദിവസം 10 പേരൊക്കെ ഉണ്ടാവും. അങ്ങനെ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പകൽ ഞാൻ കിടന്നുറങ്ങുന്ന റെസ്റ്റ് ടൈം കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാം പഴയ പാൻറ്റും ഷർട്ടും ഒക്കെ ഡ്രസ്സുകളൊക്കെ അവിടെ അയച്ചിട്ടിട്ടുണ്ടാവും അയലിൽ. കിടന്നുറങ്ങുന്ന സമയത്ത് എന്തോ മൂക്കിൽ വല്ലാത്തൊരു സ്മെല്ലടിച്ച് ഞാൻ നോക്കുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ വയർ ഷോട്ടായിട്ട് കത്തിയിട്ട് തീ ഇങ്ങനെ വരുന്നു. ആ തീ വന്ന് തുണിയിലേക്ക് പടരുന്ന സമയത്ത് തന്നെ ഞാൻ കോൾ ചെയ്ത് റൂമിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി അവൻ അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. അതുപോലെ തന്നെ അടുത്തുള്ള ഫ്രാൻസി ബാങ്ക് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് തീ എന്തോ ഭാഗ്യത്തിന് അണച്ചു. അങ്ങനെ അവിടുത്തെ ആ ഒരു അടുത്ത ജീവനും രക്ഷപ്പെട്ടു. ഇതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ ഞാൻ തള്ളലാണ്, ഒരു ദിവസം കൊണ്ട് സ്വപ്നം കണ്ടതാണ് എന്നൊക്കെ പറയും. ഇത് ജീവിതത്തിൽ സംഭവിച്ചതാണ്. ഇനി ഒരുപാട് കാര്യമുണ്ട്, അത് ഈ വീഡിയോയിൽ പറഞ്ഞാലൊന്നും ഒതുങ്ങില്ല.